IPL ആവേശത്തിന്റെ പാരമ്യത്തിൽ നിൽക്കെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആരാധകർക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് ഈഡൻ ഗാർഡൻസിൽ നിന്നും പുറത്തുവരുന്നത്. തുടർച്ചയായ തോൽവികളിൽ പതറുന്ന ടീം കരുത്തരായ രാജസ്ഥാൻ റോയൽസിനെ തകർത്ത വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ ആവേശകരമായ വിജയത്തിന് പിന്നാലെ നായകൻ അജിങ്ക്യ രഹാനെ നടത്തിയ പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. തന്റെ ടീമിന്റെ പരാജയഭാരം ഇറക്കിവെച്ച ആശ്വാസത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. സീസണിലെ ആദ്യ 6 മത്സരങ്ങളിൽ 5ലും പരാജയം രുചിക്കേണ്ടി വന്ന ഒരു ക്യാപ്റ്റന്റെ മാനസികാവസ്ഥ രഹാനെ പങ്കുവച്ചു. ജയിക്കാൻ കഴിയാത്തപ്പോൾ എത്രയും വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒളിക്കാനാണ് തോന്നാറുള്ളതെന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. തോൽവികൾ വിടാതെ പിന്തുടരുമ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പോലും പ്രയാസമാണ്. കളി കഴിഞ്ഞയുടൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങേണ്ടി വരുമായിരുന്നു. എന്നാൽ ഈ ജയത്തിന് ശേഷം ഗ്രൗണ്ടിൽ 5 മിനിറ്റ് അധികം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം, രഹാനെ വ്യക്തമാക്കി. മത്സരത്തിൽ കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചതിൽ നിർണായകമായത് റിങ്കു സിംഗിന്റെയും വരുൺ ചക്രവർത്തിയുടെയും പ്രകടനമായിരുന്നു. ഇരുവരെയും വാനോളം പുകഴ്ത്താൻ രഹാനെ മറന്നില്ല. വരുൺ ചക്രവർത്തി നേരിട്ടിരുന്ന മോശം ഫോമിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഇടക്കാലത്ത് താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ വരുൺ ഇപ്പോൾ തന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും വരുൺ വളരെ കൃത്യതയോടെയാണ് പന്തെറിഞ്ഞത്. രാജസ്ഥാനെതിരായ മത്സരത്തിൽ ടീമിന് ബ്രേക്ക് ത്രൂ നൽകുന്നതിൽ വരുണിന്റെ സ്പെല്ല് വലിയ പങ്ക് വഹിച്ചതായി ക്യാപ്റ്റൻ നിരീക്ഷിച്ചു. അതുപോലെ തന്നെ റിങ്കു സിംഗിന്റെ പ്രകടനവും ശ്രദ്ധേയമായിരുന്നു. ഒരു ഫിനിഷറുടെ റോളിൽ റിങ്കു എത്രത്തോളം പക്വത കാണിക്കുന്നു എന്നത് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്ന് രഹാനെ പറഞ്ഞു. റിങ്കു സിംഗ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് അദ്ദേഹം കളി ഫിനിഷ് ചെയ്ത രീതി കാണാൻ ഏറെ കാത്തിരുന്നതാണെന്ന് രഹാനെ വികാരധീനനായി പറഞ്ഞു. ടീമിലെ പുതുമുഖമായ അനുകൂൽ റോയിയുടെ പ്രകടനത്തെയും രഹാനെ പ്രശംസിച്ചു. മികച്ച ആഭ്യന്തര സീസണിന് ശേഷം ടീമിലെത്തിയ അനുകൂൽ ലഭിച്ച അവസരം കൃത്യമായി വിനിയോഗിച്ചതിൽ ക്യാപ്റ്റൻ സംതൃപ്തി രേഖപ്പെടുത്തി. ഈഡൻ ഗാർഡൻസിലെ പിച്ച് പെരുമാറുന്ന രീതിയെക്കുറിച്ചും രഹാനെ വ്യക്തമായ നിലപാട് അറിയിച്ചു. ഇത്തരം പിച്ചുകളിൽ സ്ട്രൈക്ക് റേറ്റിനേക്കാൾ പ്രധാനം ടീമിന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ബാറ്റിംഗ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ സിക്സറുകൾ അടിക്കുന്നത് പിന്നാലെ പോകാതെ വിക്കറ്റുകൾക്കിടയിലെ ഓട്ടത്തിന് മുൻഗണന നൽകണം. സിംഗിളുകളും ഡബിളുകളും എടുത്ത സ്കോർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ കൊൽക്കത്തയ്ക്ക് സംഭവിച്ച പിഴവുകൾ ഇതായിരുന്നുവെന്ന് രഹാനെ സമ്മതിച്ചു. അമിതമായി ബൗണ്ടറികൾക്ക് ശ്രമിച്ചതാണ് പലപ്പോഴും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താൻ കാരണമായത്. ഈ മത്സരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. രാജസ്ഥാനെതിരായ വിജയം കേവലം 2 പോയിന്റുകൾ മാത്രമല്ല, ടീമിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള മരുന്ന് കൂടിയാണെന്ന് രഹാനെ കൂട്ടിച്ചേർത്തു. മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം വളരെ മികച്ചതാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. വിജയം ടീം അംഗങ്ങൾക്കിടയിൽ പോസിറ്റീവ് എനർജി നിറച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി കൊൽക്കത്തയ്ക്ക് 5 ദിവസത്തെ ഇടവേളയാണുള്ളത്. ഈ സമയം ടീമിലെ പോരായ്മകൾ പരിഹരിക്കാനും താരങ്ങൾക്ക് വിശ്രമം നൽകാനും വിനിയോഗിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കിന്റെ ലക്ഷണങ്ങൾ കാണിച്ച താരങ്ങൾക്ക് ഈ ഇടവേള അനുഗ്രഹമാകും. അടുത്ത മത്സരത്തിന് മുൻപ് എല്ലാവരും പൂർണ്ണ കായികക്ഷമത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ അടുത്ത പോരാട്ടം ഏപ്രിൽ 26-ന്. ശക്തരായ ലക്നൗ സൂപ്പർ ജെയിൻസ് ആണ് എതിരാളികൾ. വിജയ തുടർച്ച നിലനിർത്താനാണ് രഹാനെയും സംഘവും ലക്ഷ്യമിടുന്നത്. ആരാധകർ വലിയ ആവേശത്തിലാണ്. ഈ ജയം ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കിയിരിക്കുകയാണ്. നായകന്റെ തന്ത്രങ്ങളും ടീമിന്റെ ഒത്തൊരുമയും വരും മത്സരങ്ങളിലും ആവർത്തിക്കപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നു. 18-ാം വയസ്സുകാരൻ മുതൽ സീനിയർ താരങ്ങൾ വരെ ഒരുപോലെ പരിശ്രമിച്ചാലേ IPL പോലെ ഒരു വലിയ ടൂർണമെന്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിലാണ് KKR ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.